أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1082 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 40-41 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 40-41 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആളുകൾ അവര് ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ അവര് മർദ്ദിതരായി മാറുന്നുവെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുന്നവർക്കെതിരിൽ പ്രതിരോധം തീർക്കാൻ അവർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ മുഖ്യമായും കാണുകയുണ്ടായത്. സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ സത്യമാർഗം അവലംബിച്ച ആളുകളെ അള്ളാഹു പ്രതിരോധിക്കും. കാരണം അള്ളാഹു ഒരിക്കലും തന്നെ നന്ദികെട്ട ചതിയന്മാരെ ഇഷ്ടപ്പെടുന്നേയില്ല. സത്യവിശ്വാസികളോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. സത്യവിശ്വാസികളെ പ്രതിരോധിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ നിലപാട്. കാരണം മറുപക്ഷത്തുള്ളവര്
നിഷേധികളാണ്, നന്ദി കെട്ടവരാണ്, അതേപോലെ തന്നെ വഞ്ചകന്മാരുമാണ്. അങ്ങനെയുള്ള വഞ്ചകന്മാരെയും നന്ദികേട് കാണിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് സത്യമാർഗം ഉൾക്കൊണ്ട് ആ മാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരായ ആളുകളെയാണ്. അവരെ അള്ളാഹു തീർച്ചയായിട്ടും പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുകയുണ്ടായത്. അള്ളാഹുവിന്റെ വ്യത്യസ്തങ്ങളായ രീതികൾ ഉണ്ടാകും സത്യവിശ്വാസികളെ പ്രതിരോധിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ സത്യവിശ്വാസികൾ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്നത് കാണുന്നുണ്ടാകുമെങ്കിലും ആത്യന്തികമായി വിജയം സത്യവിശ്വാസികൾക്കുള്ളതാണ് എന്നതാണ് വസ്തുത. അള്ളാഹുവിന്റെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല നിർണയങ്ങളും തീർച്ചയായിട്ടുമുണ്ട്. അത്തരം നിർണയങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയുള്ള പല സംഭവവികാസങ്ങളും ഭൂമുഖത്ത് അരങ്ങേറുന്നുണ്ടാവും. നമുക്കൊരു പക്ഷേ കാര്യങ്ങളുടെ വസ്തുതകൾ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പലപ്പോഴും സത്യവിശ്വാസികൾ അള്ളാഹു പ്രതിരോധം ഏർപ്പെടുത്തുന്നുണ്ട് അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എല്ലായിടത്തും നിസ്സഹായരാണല്ലോ, എല്ലായിടത്തും യാതൊരു പ്രതിരോധവും ഇല്ലാതെ ചവിട്ടി മെതിക്കപ്പെടുകയും അതുപോലെ വളരെ കിരാതമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നേക്കാം. പക്ഷെ കാര്യങ്ങൾക്ക് നമ്മൾ കാണുന്ന ഈ ലാഹിറായ ഒരു തലം മാത്രമല്ല ഉള്ളത്. അതിന് ബാത്തിനായ മറഞ്ഞു കിടക്കുന്ന ഒരു തലവും ഉണ്ട്. കാര്യങ്ങളുടെ നിഗൂഢത, വിധിയുടെ പല നിശ്ചയങ്ങളുടെയും രഹസ്യങ്ങൾ പലതും അടങ്ങിയിട്ടുണ്ട്. ആത്യന്തികമായ വിജയം തീർച്ചയായിട്ടും സത്യവിശ്വാസികൾക്കായിരിക്കും എന്നതാണ് അള്ളാഹുവിന്റെ നിശ്ചയം. മാത്രവുമല്ല, സത്യവിശ്വാസികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഓരോ വിഷമവും പ്രയാസവും പീഡന അനുഭവങ്ങളും അതൊക്കെ തന്നെയും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സൗഭാഗ്യങ്ങളായി മാറും എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ ഉദിനലില്ലദീന യുഖാത്തലൂന, യുദ്ധം നേരിടേണ്ടി വരുന്ന ആർക്കെതിരിലാണോ യുദ്ധം നടത്തപ്പെടുന്നത്, ആർക്കെതിരിലാണോ പോരാട്ടം നടത്തപ്പെടുന്നത്, അത്തരം ആളുകൾക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ പ്രതിരോധം തീർക്കുവാനും അവരോട് പോരടിക്കാൻ വേണ്ടി വരുന്നവരെ നേരിടാനും ഒക്കെ അവർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ബി അന്നഹും ളുലിമു, അവര് മർദ്ദിതരാണ് എന്നതിനാൽ. പോരാട്ടം എന്നത്, യുദ്ധം എന്നത് ആസ് സച്ച് ഒരു നല്ല കാര്യമൊന്നുമല്ല. അതാരും ആ നിലക്ക് കാണേണ്ടതുമില്ല. അതേ സമയത്ത് ഒരു കോസിന് വേണ്ടി, സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അനീതിക്കും അസത്യത്തിനും എതിരിൽ പോരാടേണ്ടി വരുന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയായിട്ടായിരിക്കും നമുക്ക് പല ഘട്ടത്തിലും മനസ്സിലാവുക. അത്തരം സന്ദർഭങ്ങളിൽ സത്യത്തെ പ്രതിരോധിക്കാൻ, നീതി നടപ്പിലാക്കാൻ, നന്മ ഉയർത്തിപ്പിടിക്കാൻ ഒക്കെ വേണ്ടി പോരാട്ടം വേണ്ടിവരും. അങ്ങനെ മർദ്ദനത്തിന് ഇരയാകുന്ന ആളുകൾക്ക് മർദ്ദിതരാണ് എന്ന കാരണത്താൽ അവർക്കെതിരെ, പോരാട്ടത്തിന് വരുന്നവർക്കെതിരെ നീങ്ങാൻ, അവരോട് യുദ്ധം ചെയ്യാൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ച കാര്യം. തീർച്ചയായിട്ടും ഈ ദുർബലരായ ആളുകൾ, പ്രത്യക്ഷത്തിൽ അവര് നാട് നഷ്ടപ്പെട്ടവരാണ്, വീടും തൊഴിലിടങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവരാണ്, പല നിലക്കും പല നിസ്സഹായതകളും അനുഭവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ അള്ളാഹു കഴിവുറ്റവനാണ് എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗം അവസാനം പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് ആരാണ് ഈ വിധത്തിൽ മദ്ലൂമുകളായിട്ട് ഈ അക്രമമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്നതിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ട ആളുകൾ എന്നത് കൂടുതൽ വ്യക്തമാക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ച രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു. ആ ആളുകളുടെ പ്രത്യേകത,
ആർക്കാണ് ഇവിടെ യുദ്ധത്തിനുള്ള അനുമതി നൽകപ്പെട്ടിരിക്കുന്നത്? അതാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവര് സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ബിഗൈരി ഹഖ്, അന്യായമായ വിധത്തിൽ, യാതൊരു ഹഖും ഇല്ലാതെ, യാതൊരു ന്യായവും ഇല്ലാതെ, അങ്ങനെ പുറത്താക്കപ്പെടാനുള്ള യാതൊരു കാരണവും ഇല്ലാതെ തന്നെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ് അവര്. അപ്പോ സ്വന്തം വാസസ്ഥലങ്ങളിൽ നിന്ന് ആ വാസസ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ അവര് നിർബന്ധിതരായിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിലാണ് ഇവിടെ ഈ ആയാത്തുകൾ അവതരിക്കുമ്പോൾ ഇത് മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ തന്നെ മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിൽ എത്തിയ അതിനെ തുടർന്നുള്ള ആ ഘട്ടത്തിലാണ് ഈ ആയാത്തുകൾ അവതരിക്കുന്നത് എന്നതിനുള്ള ടെക്സ്റ്റുവലായ ഒരു എവിഡൻസ് കൂടിയാണത്. സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ, അത് ഒരു ന്യായം ഉണ്ടായിട്ടല്ല, ഒരു കാരണവുമില്ല. പല ന്യായമായ കാരണങ്ങളുടെ പേരിലും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുണ്ടാകാം. പക്ഷെ ഇവിടെ ഇവരുടെ കാര്യത്തില് അങ്ങനെ യാതൊരു ന്യായവും ഉള്ള വിധത്തിലല്ല അവർ നാട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, അവരിങ്ങനെ പറഞ്ഞു എന്നത് മാത്രമാണ് അവർക്കെതിരെയുള്ള ന്യായമായിട്ട് ഉന്നയിക്കപ്പെടാനുള്ളത്. എന്താണത്? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആകുന്നു എന്ന് സധൈര്യം ഉറക്കെ പറയാൻ അവര് സന്നദ്ധരായി എന്നത് മാത്രമാണ് അവർക്കെതിരെയുള്ള ആക്ഷേപം. അതല്ലാത്ത യാതൊന്നും അവർക്കെതിരെ ഉന്നയിക്കാനില്ല. നല്ല മനുഷ്യരാണ്. സാമൂഹ്യ ബന്ധങ്ങള് ഏറ്റവും ഊഷ്മളമാക്കി നിലനിർത്തുന്നതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്ന നന്മ ചെയ്യുന്ന ആളുകൾ. ഈ ആളുകൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും നല്ല മനുഷ്യരെ നാട്ടിൽ നിന്ന് അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന വിധത്തില് അവരെ നാടുപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാക്കിയിട്ടുള്ളത്? അതിന്റെ ഏക കാരണം അവരിങ്ങനെ പറയുന്നു എന്നതാണ്. റബ്ബുൻ അല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അള്ളാഹു ആകുന്നു എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ ഒരു നിലപാടാണ് തുടർന്ന് അറിയിക്കുന്നത്. വലൗലാ ദഫഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്, അള്ളാഹു ജനങ്ങളെ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അത് അള്ളാഹുവിന്റെ ഒരു രീതിയാണ്. മുമ്പത്ത് പലപ്പോഴും മർദ്ദകര് കൈകോർക്കുന്നത് കാണാം. നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പല യുദ്ധങ്ങളിലും തന്നെ പല ഭൗതിക താല്പര്യങ്ങള് വെച്ചു പുലർത്തുന്ന ആളുകൾ അല്ലെങ്കിൽ നാടുകള്, വിഭാഗങ്ങളൊക്കെ വേറെ ചിലർക്കെതിരിൽ കൈകോർത്തുകൊണ്ട് അവര് തമ്മിൽ ഭയങ്കര സഹകരണം നടക്കുന്ന കാണാൻ കഴിയും. അങ്ങനെ ദുർബലരായ, മർദ്ദിതരായ, കുടിയിറക്കപ്പെട്ട ആളുകൾ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അക്രമപരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് വേറെ ചില വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവർക്കെതിരെ നീങ്ങാൻ, അവരെ തടയിടാൻ സാഹചര്യം ഒരുക്കുക എന്നതാണ്. ഇത് അള്ളാഹുവിന്റെ പ്രഖ്യാപിതമായ ഒരു നയമാണ്. അള്ളാഹു പിന്തുടരുന്ന ഒരു പോളിസിയാണ്. വലൗലാ ദഫഉല്ലാഹി നാസ ബഅദഹും ബിബഅദ്, ജനങ്ങളെ അള്ളാഹു പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക. ചിലരെ കൊണ്ട് മറ്റു ചിലരെ അള്ളാഹു പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അക്രമപരമായി ചിലര് മുന്നേറുമ്പോൾ അവരെ തടയുന്ന വിധത്തില് വേറെ ചിലരുടെ നടപടികൾ ഉണ്ടാകാൻ അള്ളാഹു കാരണമൊരുക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ലഹുദ്ദിമത്ത്, തകർക്കപ്പെടുമായിരുന്നു, നശിപ്പിക്കപ്പെടുമായിരുന്നു. സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ്, ഇവയൊക്കെ നശിപ്പിക്കപ്പെടുമായിരുന്നു. ഇന്ന് സവാമിയും ബിയവും സലവാത്തും മസാജിദ് യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ് ഒക്കെ തന്നെ നിലനിൽക്കുന്ന
കാഴ്ച നമുക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയും. ശാന്തിയുടെ, സമാധാനത്തിന്റെ ഗേഹങ്ങളായ ആരാധനാ കേന്ദ്രങ്ങൾ ലോകത്ത് വ്യത്യസ്ത വിഭാഗങ്ങളായ ആളുകൾ അവിടെ ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ പല ആരാധനാലയങ്ങളും ലോകത്തുണ്ട്. ഇത് പലതും തകർക്കപ്പെടുമായിരുന്നു അള്ളാഹു മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ്. 3-4 വിഭാഗങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഒന്ന് സവാമിയാണ്, രണ്ടാമത്തത് ബിയ ആണ്, മൂന്നാമത്തത് സ്വലവാത്താണ്, നാലാമത്തത് മസാജിദു യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ്. ഈ 4-മത്തെ വിഭാഗം. അപ്പൊ ഇത് 4ഉം വ്യത്യസ്ത ഘട്ടങ്ങളില് വ്യത്യസ്ത പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി ജീവിച്ചിരുന്ന നല്ല മനുഷ്യര് തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കഴിഞ്ഞിരുന്ന ഇടങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതില് സ്വവാമ്യ എന്നതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് മഠങ്ങളാണ്. സന്യാസിമാരും സന്യാസിനിമാരും ഒക്കെ വസിക്കുന്ന, അവരുടെ ആധ്യാത്മികതയിൽ ലയിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ ഏർപ്പെടുന്ന അവരുടെ ആരാധനാ കേന്ദ്രങ്ങളായ മഠങ്ങളാണ് സ്വവാമ്യർ എന്നുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. സ്വവാമ്യ ഇതിന്റെ സൗമ്യാത്ത് എന്നതാണ് അതിന്റെ ഏകവചനം. സൗമ്യാത്ത് എന്ന് പറഞ്ഞാല് ഈ ആരാധനകളിൽ ഏർപ്പെട്ടുകൊണ്ട് സന്യാസിമാരും അതുപോലെ സന്യാസിനികളും ഒക്കെ കഴിയുന്ന ഇടങ്ങളാണ് ആ പദം സൂചിപ്പിക്കുന്നത്. അതിന്റെ ബഹുവചനാണ് സ്വവാമ്യർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ബിയർ ആണ് രണ്ടാമതായി പരാമർശിക്കപ്പെടുന്നത്. അത് ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ആരാധന കേന്ദ്രങ്ങളാണ്. ചേർച്ചുകള്, അതുപോലെ ചാപ്പൽ ഒക്കെ അത്തരം ആരാധനാ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. ബിയാത്ത് എന്നതിന്റെ ബഹുവചനാണ് ബിയാർ. ക്രിസ്ത്യാനികളുടെ ആരാധനാ കേന്ദ്രങ്ങളായിട്ടാണ് ഇത് മനസ്സിലാക്കപ്പെടുന്നത്. മൂന്നാമതായി പരാമർശിക്കപ്പെടുന്നത് വസലവാത്തുൻ എന്നതാണ്. സലവാത്തുൻ എന്നത് യഹൂദ പശ്ചാത്തലത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങൾ. പ്രയർ ഹാൾ എന്ന ഒരു ആശയം അത് സൂചിപ്പിക്കുന്നുണ്ട്. സലവാത്ത് എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മള് മുസ്ലിങ്ങള് നമസ്കാരത്തിനുള്ള സ്വലാത്ത് എന്നുള്ള വാക്ക് ഒക്കെ വരുന്നത് ഈ റൂട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ 3-4 വിഭാഗങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടൊക്കെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായി ജീവിച്ചിരുന്ന ആളുകളുടെ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവയ്ക്കൊക്കെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ എന്ന നിലക്കുള്ള ഒരു പ്രാധാന്യവും ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലുമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ ചില വിഭാഗങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ ഇവയൊക്കെ തന്നെ അതിന്റെ ആത്യന്തികമായിട്ട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരായിക്കൊണ്ട് ആളുകള് തങ്ങുന്ന ഇടങ്ങളായിട്ട് ഈ ആരാധനാ കേന്ദ്രങ്ങള് പ്രവർത്തിച്ചിരുന്ന കാലവും ചരിത്രഘട്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് ആളുകള് അനാവശ്യമായി അക്രമപരമായി പല വിധത്തിലും മറ്റു വിഭാഗങ്ങൾക്കെതിരിൽ ദ്രോഹങ്ങൾ അഴിച്ചുവിടുമ്പോ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു നടപടിയാണ്. അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട വിധത്തില് സ്വവാമ്യ, ബിയർ, സ്വലവാത്ത്, അതുപോലെ
മസാജിദ് യുദ്കറു ഫീഹ ഇസ്മുല്ലാ, അള്ളാഹുവിന്റെ നാമങ്ങള്, അള്ളാഹുവിന്റെ നാമം അനുസ്മരിക്കപ്പെടുന്ന മസ്ജിദുകൾ, പള്ളികള്, ഇതൊക്കെ തന്നെയും തകർക്കപ്പെട്ടു പോകുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ചരിത്രത്തില് പല പടനീക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തിയാൽ നമുക്കിത് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു വിഭാഗം വലിയ സൈനിക ശക്തി ആർജിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും വിഭാഗത്തിനെതിരിൽ രംഗത്ത് വന്ന് വലിയ അക്രമികളായിട്ട് അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ അവരെ തടയുന്ന വിധത്തിൽ മറ്റൊരു വിഭാഗം രംഗത്ത് വരികയും ഈ ദുർബലരായ മർദ്ദിതരായ ആളുകൾക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടി പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം, മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച ആളുകൾ അവര് ഇപ്പോ മദീനയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവര് ചെറിയൊരു സംഘമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് അവന്റെ ദൂതനെ പിൻപറ്റിക്കൊണ്ട് അവര് നിലകൊള്ളുന്നു. ഇതാണ് അവരുടെ അവസ്ഥ. അവരെ എളുപ്പത്തില് അങ്ങ് വിഴുങ്ങിക്കളയാം എന്ന ഒരു ധാരണയിലാണ് മക്കയിലെ ഇവരുടെ ശത്രുക്കളുള്ളത്. ബഹുദൈവാരാധകരായ മക്കയിലെ ആളുകള് ഖുറൈശികളുടെ നേതൃത്വത്തില് ഈ സത്യവിശ്വാസികളുടെ സംഘത്തെ തകർത്ത് കളയാം എന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതിന് അവരോട് കൈകോർക്കുന്ന പലരും ഉണ്ടായിരുന്നു. മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം പല നിലക്കും ദുർബലമായിരുന്നു, ഒറ്റപ്പെട്ട അവസ്ഥയിലുമായിരുന്നു. എന്നാൽ ഈ ഒരു അവസ്ഥ എന്നും നിലനിൽക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് തന്നെയുള്ള ഒരു നടപടി, അത് ഏതെങ്കിലും ഒരു വിഭാഗം ശക്തി ആർജിച്ച് മറ്റൊരു വിഭാഗത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി അക്രമപരമായിട്ട് നീങ്ങുന്നുവെങ്കിൽ അവർക്കെതിരിൽ പ്രതിരോധം തീർക്കുന്ന ഒരു വിഭാഗം പ്രതിരോധം തീർക്കാൻ മറ്റൊരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരികയും അവരെ കൊണ്ട് ഈ അക്രമപരമായ നീക്കം നടത്തുന്ന ആളുകളെ തടയുകയും ചെയ്യുക എന്ന ഒരു നടപടി അള്ളാഹു നിരന്തരം സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് മദീനയിൽ ഇപ്പോ ദുർബലരായി കഴിയുന്ന ആളുകള് ചരിത്രത്തിലുടനീളം അങ്ങനെയാണ് ഉണ്ടാവുക. അവർക്ക് ആരുടെയും സഹായം കിട്ടുകയില്ല. അവരെ മക്കയിലെ ഖുറൈശികൾക്ക് അല്ലെങ്കിൽ മുശരിക്കുകൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങ് വിഴുങ്ങിക്കളയാം എന്നൊക്കെയുള്ള വ്യാമോഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും അസ്ഥാനത്താണ് എന്നത് ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു ഇവിടെ. അന്യായമായി സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവര്. റബ്ബുനല്ലാ എന്ന് പറഞ്ഞതല്ലാത്ത, ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നതല്ലാത്ത യാതൊരു ആക്ഷേപവും അവരുടെ പേരിൽ ഉന്നയിക്കാൻ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ വലൗലാ ദഫഉല്ലാഹിൻ നാസ ബഅദഹും ബിബഅദ്, ജനങ്ങളെ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ട് അള്ളാഹു അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സ്വവാമിർ ലഹുദ്ദിമത്ത് സ്വവാമിർ വബിയഉൻ വസലവാത്തുൻ വമസാജിദ് യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ്, ഇതൊക്കെ തന്നെ തകർക്കപ്പെടുമായിരുന്നു. സ്വവാമിയും ബിയവും സ്വലവാത്തും അതുപോലെ മസാജിദ്. അപ്പൊ ഈ ആയത്തിലെ യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ് എന്നത് ഈ എല്ലാ ആരാധനാലയങ്ങളെയും പരാമർശിക്കുന്നതാണ് എന്ന വിധത്തിലൊരു വായനയുണ്ട്. അതേപോലെ തന്നെ ഇത് മസ്ജിദുകളെ പരാമർശിച്ചുകൊണ്ട് മാത്രമുള്ളതാണ് എന്ന ഒരു വായനയും ഉണ്ട്. ഈ സ്വവാമിയവും ബിയവും സ്വലവാത്തും ഒന്നും എല്ലാ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോഴ് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇടങ്ങളാണ് എന്നത് തീർത്തു പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് ആളുകൾ നീങ്ങുന്നുണ്ടാവുക. എന്തായാലും ഈ ആരാധനാ കേന്ദ്രങ്ങൾ, അത് സ്വവാമിയ ആയാലും ബിയ ആയാലും സ്വലവാത്ത് ആയാലും അതുപോലെ തന്നെ മസാജിദ് ആയാലും, അതിന്റെ പല ഘട്ടങ്ങളിലും അവര് പ്രവാചകന്മാരുടെ ചര്യയും പാതയും ഒക്കെ പിന്തുടർന്നിരുന്ന ഘട്ടങ്ങളിലുടനീളം
അവ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇടങ്ങളായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രപരമായിട്ട്. അപ്പോ മസാജിദു യുദ്കറു ഫി ഹസ്മുല്ലാഹി, അള്ളാഹുവിന്റെ പേര് അനുസ്മരിക്കപ്പെടുന്ന മസ്ജിദുകൾ, സ്വലവാത്ത്, ബിയാഴ്, സവാമിയ, ഇതൊക്കെ തന്നെ തകർക്കപ്പെട്ടു പോകുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ മസാജിദു യുദ്കറു ഫി ഹസ്മുല്ലാഹി കസീറ, അള്ളാഹുവിന്റെ നാമം വളരെ കൂടുതലായിട്ട് അനുസ്മരിക്കപ്പെടുന്ന മസ്ജിദുകള്, അതുപോലെ സ്വലവാത്ത്, യഹൂദരുടെ ആരാധനാ കേന്ദ്രങ്ങള്, വൈബിയാഴ്, ക്രൈസ്തവരുടെ ആരാധനാ കേന്ദ്രങ്ങള്, വസവാമിയ, മഠങ്ങള്, സന്യാസി മഠങ്ങള്, ആശ്രമങ്ങള്, അത്തരം ഇടങ്ങൾ പഴയ കാലത്തും ഇപ്പോഴും ഒക്കെ തന്നെ അങ്ങനെയുള്ള ഇടങ്ങള് പലയിടത്തും ഉണ്ടാകും. അപ്പോ അവരിൽ പലരും ഏകദൈവ വിശ്വാസികളായിക്കൊണ്ട് തന്നെ പൂർവിക വേദങ്ങൾ പിന്തുടരുന്നവരായിട്ടും ചിലപ്പോ കണ്ടെത്താൻ പറ്റിയെന്ന് വരും. അപ്പോ സ്വവാമികൾ എന്ന വാക്കിന്ന് ആവാൻ സാധ്യതയുണ്ട്. മലയാളത്തിലും അതുപോലെ സംസ്കൃതത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന സ്വാമി എന്ന വാക്ക് വന്നിട്ടുണ്ടാവാൻ ഇടയുള്ളത് ഒരു സാധ്യതയാണത്, ഭാഷാപരമായിട്ടുള്ള സ്വവാമിയ എന്ന റൂട്ട് അതിന് വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പദം സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണ് എന്നത് പരിശോധിച്ചിട്ട് വേണ്ടത്ര ഒരു വ്യക്തത കിട്ടിയിട്ടില്ല സ്വാമി എന്ന വാക്കിന്റെ. എന്തായാലും സ്വവാമിയ എന്ന വാക്കുമായിട്ട് അതിന് നമുക്ക് കേൾവിയിൽ ഒരു സാദൃശ്യം അനുഭവപ്പെടുന്നുണ്ട്. ആ പദം സൂചിപ്പിക്കുന്നത് സന്യാസി മഠങ്ങൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോ വലയൻസുർ എന്നല്ലാഹു മയ്യൻസുറുഹു, തുടർന്ന് അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിനെ ആരാണോ സഹായിക്കാൻ മുതിരുന്നത് അവരെ തീർച്ചയായിട്ടും അള്ളാഹു സഹായിക്കും. വലയൻസുർ എന്നല്ലാഹു, അള്ളാഹു നിശ്ചയമായിട്ടും സഹായിക്കും. മയ്യൻസുറുഹു, അവനെ സഹായിക്കുന്നവരെ. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരുടെയെങ്കിലും സഹായം ആവശ്യമുള്ളവനാണ് എന്നൊരു സൂചന മനസ്സിലാക്കുന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്ര ആശയത്തിന് വിരുദ്ധമാണ്. അങ്ങനെയല്ല, അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. ഇത് മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സത്യമാർഗത്തിൽ നിലക്കൊള്ളുകയും നന്മ ഉയർത്തിപ്പിടിക്കാൻ, സത്യവും അതുപോലെ തന്നെ നന്മയും നീതിയും ഒക്കെ ഭൂമുഖത്ത് സ്ഥാപിതമാകാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, പ്രവാചകന്മാരുടെ മാർഗത്തിൽ നിലക്കൊള്ളുകയും ആ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും സത്യവിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ സത്യത്തിനും നീതിക്കുമൊക്കെ വേണ്ടി നിലക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും സ്വീകരിച്ച് അവരെ പിന്തുണച്ചുകൊണ്ട് നിലക്കൊണ്ട ആളുകളെ അൻസാറുകൾ എന്ന് പറയാറുള്ളത്. അവര് സഹായികളാണ്. ഈ വാക്കിന് തന്നെയാണ്, നസറ എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. മൻ അൻസാരിയിലല്ല എന്ന് ഈസാ അലൈഹി ഇസ്ലാം തന്റെ സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹവാരികള് അതിന് നൽകിയ മറുപടി നഹ്നു അൻസാറുള്ള, ഞങ്ങള് അള്ളാഹുവിന്റെ സഹായികളാണ്, താങ്കളോടൊപ്പം നിലക്കൊള്ളാൻ സന്നദ്ധരാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഖുർആനിൽ തന്നെ കാണാം. അപ്പൊ അവിടെ ഒക്കെ തന്നെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തോ ആവശ്യക്കാരനായതുകൊണ്ട് അള്ളാഹുവിന് അത് ചെയ്തു കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സത്യമാർഗത്തിൽ നിലക്കൊണ്ടുകൊണ്ട് സത്യവും നീതിയും നന്മയും ഒക്കെ ഉയർത്തിപ്പിടിക്കാനും അതുപോലെ തിന്മയെയും അസത്യത്തെയും നേരിടാനും ഒക്കെ രംഗത്ത് വരുന്ന ആളുകളെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ അള്ളാഹുവിടെ പറയുന്ന കാര്യം വലയൻസുറന്നല്ലാഹു മയ്യൻസുറുഹു, അള്ളാഹു തന്നെ ആരാണോ സഹായിക്കുന്നത് അവരെയൊക്കെയും സഹായിക്കുന്നവനാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയമായിട്ടും അള്ളാഹു ഖവിയാണ്, ശക്തനാണ്, അതുപോലെ പ്രതാപവാനുമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആരുടെയെങ്കിലും സഹായം ആവശ്യമില്ല. അവൻ ഖവിയാണ്, അവൻ അസീസുമാണ്, പ്രതാപവാനുമാണ്. ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കുന്നതിന്റെ ആവശ്യം നിലനിൽക്കാത്ത വിധത്തിൽ സ്വയം പര്യാപ്തതയുള്ളവനാണ് അള്ളാഹു. പക്ഷെ ഇവിടെ അള്ളാഹുവിനെ സഹായിക്കുന്നവർ എന്ന പദം ഉപയോഗിച്ചല്ലോ, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. സത്യമാർഗത്തിനു വേണ്ടി നിലക്കൊള്ളുന്ന
നന്മ സ്ഥാപിക്കാൻ വേണ്ടി, നീതിക്ക് വേണ്ടി ഒക്കെ നിലകൊള്ളുന്ന സംഗതിയെയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന വിധത്തിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നതാണ് അതിന്റെ സൂചന. ഈ ആളുകള് വല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, അവർക്ക് നാം ഭൂമിയിൽ വല്ല ഇടവും നൽകുകയാണെങ്കിൽ, ഒരു മക്കാന നൽകുകയും അവരെ അധികാരസ്ഥരാക്കുകയും ചെയ്യുകയാണെങ്കിലോ, അഖാമുസ്വലാത്ത, അവര് ഒരു ഗംഭീരമായ ജീവിത വ്യവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കും. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അഖാമുസ്വലാത്ത, നമസ്കാരം അനുഷ്ഠിക്കുന്നു, നിലനിർത്തുന്നു. വ ആതൂ സക്കാത്ത, സക്കാത്ത് നൽകുന്നു, അത് നടപ്പിലാക്കുന്നു. വ അമറൂ ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കുന്നു. വ നഹൗ അനിൽ മുൻകർ, അതുപോലെ തിന്മ വിലക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അടങ്ങിയ അതിവിസ്മയകരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ അവരവിടെ ഉണ്ടാക്കിയെടുക്കും. ഭൂമുഖത്ത് അവർക്ക് വല്ല ഇടവും നൽകപ്പെടുകയാണെങ്കിൽ, എവിടെയെങ്കിലും അവര് അധികാരസ്ഥരാക്കപ്പെടുകയാണെങ്കിൽ, അവരതിലൂടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ റിയലൈസ് ചെയ്യാൻ വേണ്ടി, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യുക. പലരും അങ്ങനെയാണ്. ഭരണാധികാരികളാവാൻ അവസരം കിട്ടിയാൽ അത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുക. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് അക്രമവും അനീതിയും ചെയ്യാനും, അതുപോലെ ഏത് സത്യത്തിന്റെ നേരെയും കണ്ണടക്കാനൊക്കെ സന്നദ്ധരാകുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകളും നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്തിനുള്ളതാണ്? അവര് അധികാരസ്ഥരായിരിക്കുക എന്നതാണ് അവരുടെ ഒരു ആനന്ദം തന്നെ. രണ്ടാമത്, ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് അവര് കൂടുതൽ കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വ്യാപ്തിയിൽ അധികാരം കൈയാളുന്നവരാവുക എന്നതും, ആ അധികാരം നിലനിർത്തിക്കൊണ്ട് അവരുടെ ഭൗതികമായ സ്വാർത്ഥ താല്പര്യങ്ങളെ റിയലൈസ് ചെയ്യുക എന്നതുമാണ് അതിലൂടെ അവർ ലക്ഷ്യം വെക്കാറുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് പ്രസിദ്ധനാവുക, ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നവനാവുക എന്നതൊക്കെയെങ്കിലും അവരുടെ ലക്ഷ്യമായിരിക്കും. പക്ഷെ ഇവിടെ പരാമർശിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ച, അള്ളാഹു അവരുടെ പ്രതിരോധത്തിന് വേണ്ടി രംഗത്ത് വരും എന്ന് അള്ളാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വിഭാഗം ആളുകൾ, അവരൊരിക്കലും തന്നെ അങ്ങനെയുള്ള സ്വാർത്ഥമായ താല്പര്യങ്ങളെ റിയലൈസ് ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്നവരല്ല. അവർക്ക് അധികാരം കിട്ടിയാൽ അവരുടെ സാമ്പത്തിക ശേഷിയോ അധികാരമോ പദവിയോ ഒക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാവുകയില്ല. മറിച്ച് അവരെന്താ ചെയ്യുക? അവര് അല്ലദീനയും മക്കന്നാഹു ഫിൽ അർളി, ഭൂമിയിൽ എവിടെയെങ്കിലും നാം അവർക്ക് അധികാരം നൽകുകയാണെങ്കിൽ, അവരെ അധികാരസ്ഥന്മാരാക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അഖാമുസ്വലാത്ത, നമസ്കാരം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമം കൊണ്ടുവരും. അതാണ് അവർ ചെയ്യുക. നമസ്കാരം നിലനിർത്തുക, നമസ്കാരം അനുഷ്ഠിക്കുക മാത്രമല്ല, സമൂഹത്തിലെ ഒരു ക്രമമായിട്ട് നമസ്കാരത്തിൽ നിയന്ത്രിതമാവുന്ന ഒരു സമൂഹമായിട്ട് ആ സമൂഹത്തെ പരിവർത്തിപ്പിക്കും. അതുപോലെ വാത്തോ സക്കാത്ത, സാമൂഹ്യ പ്രതിബദ്ധതയാണത്. സക്കാത്ത് എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നികുതിയാണ്, ടാക്സ് ആണ്. അതിന് ചില അവകാശികളൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ അതിന്റെ ഫലം എന്താണ്? സമൂഹത്തിൽ ക്ഷേമം ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിൽ അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അമറൂ ബിൽ മഅറൂഫി, ധാർമ്മിക സദാചാര സംവിധാനങ്ങളെ അവര് ശക്തിപ്പെടുത്തും. നന്മ ഉയർത്തിപ്പിടിക്കും, നന്മ കൽപ്പിക്കും. സമൂഹത്തോട് തിന്മ വിഭാടനം ചെയ്യാന് ആഹ്വാനം ചെയ്യുകയും തിന്മയെ പിഴുതെറിയാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയും നന്മ വേരോട്ടം നേടാൻ വേണ്ടതൊക്കെയും അവർ ചെയ്യും. അമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. മുൻകർ എന്ന് പറഞ്ഞാൽ തിന്മയാണ്, മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മയാണ്. അറിയപ്പെടുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന എന്നൊരർത്ഥമാണ് അതിന്റെ റൂട്ടിലുള്ളത്, ആ വാക്കിനുള്ളത്, മഅറൂഫ് എന്നതിനുള്ളത്, അറിയപ്പെടുന്നത് എന്നതാണ്. അറിയപ്പെടുന്ന നന്മകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുൻകർ എന്ന് പറഞ്ഞാല് അപരിചിതത്വമുള്ളത് എന്നതാണ് അതിന്റെ റൂട്ട് മീനിങ്. എന്ന് പറഞ്ഞാൽ നാട്ടില് അല്ലെങ്കിൽ സമൂഹത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത, അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത, അത്രയും അപരിചിതത്വം അനുഭവപ്പെടുന്ന വിധത്തിലുള്ളത് എന്നാണ് അതിന്റെ സൂചന. എന്ന് പറഞ്ഞാൽ സമൂഹം ഇപ്പോ
വിവാഹം ഉദാഹരണത്തിന് അറിയപ്പെടുന്ന ഒരു മഅറൂഫാണ്, ഒരു നന്മയാണ്. അതൊരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നു. വ്യഭിചാരം അങ്ങനെയല്ല. അത് എല്ലാവരും നെറ്റി ചുളിക്കുന്ന, എല്ലാവരും അനിഷ്ടം കാണിക്കുന്ന, എല്ലാവരും അതിനോട് അപരിചിതത്വം കാണിക്കുന്ന, ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമേ ഇല്ല എന്നൊരു നിലപാട് എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അത് മഅറൂഫ് അല്ല, അത് നന്മയല്ല, സമൂഹം അംഗീകരിക്കുന്നതുമല്ല. അപ്പോ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെടുകയും സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള നന്മകളാണ് മഅറൂഫ് എന്നത്. അപ്പൊ ഈ വിഭാഗം ആളുകൾ, നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ മനുഷ്യര്, അവരെ അള്ളാഹു പ്രതിരോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അവർക്കൊരു ഇടം നൽകപ്പെടുകയാണെങ്കിൽ, അവർക്ക് അധികാരം നൽകപ്പെടുകയാണെങ്കിൽ, അവര് അവിടെ നമസ്കാരം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്ന ജക്കാത്ത് സംവിധാനം അവര് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കും. അവിടെ നന്മ നിലനിർത്തുകയും തിന്മ വിഭാടനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ട നടപടികളൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ മദീനയിൽ എത്തിയ ആ സമൂഹം, ആ സംഘം ലക്ഷ്യമിടുന്ന, അവർക്ക് അധികാരം ലഭിച്ചാൽ, അവർക്ക് അള്ളാഹു ഭൂമുഖത്ത് അധികാരവും സ്വാധീനവും ഒക്കെ നൽകിയാൽ, അവര് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു സാമൂഹ്യ ക്രമം ഏതു വിധത്തിലുള്ളതാകും എന്നതാണ് ഇവിടെ അള്ളാഹു വളരെ ചുരുങ്ങിയ വാക്കുകളിലായിട്ട് വ്യക്തമാക്കുന്നത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഒന്നും വെളിയിലല്ല. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തി ജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, അതുപോലെ മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ടുള്ള സകല സംഗതികളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ക്രമം അവരുണ്ടാക്കിയെടുക്കും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പരിണിതി അള്ളാഹുവിന്റെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കല് ഒരു സമൂഹം വളരെ ശ്രമകരമായ ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു അധികാരം നേടി ഒരു സമൂഹത്തില് നന്മയുടെയും അതുപോലെ തന്നെ സത്യവും നന്മയും നീതിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമൊക്കെ കൊണ്ടുവന്നു എന്ന് തന്നെ വെക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പരിണിതി അള്ളാഹുവിന്റെ കൈകളിലാണ് എന്ന് പറഞ്ഞാൽ അത് അതേപടി എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല. അള്ളാഹു മനുഷ്യ സമൂഹത്തെ വീണ്ടും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാം. അവിടെയും സത്യസന്ധതയോടുകൂടി തുടർന്ന് ആരാണോ നിലകൊള്ളുന്നത് അവരാണ് സത്യമാർഗത്തിൽ ഉണ്ടാവുക. സത്യത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ ക്രമം നടപ്പിലായതിനു ശേഷവും അതെക്കാലത്തും നിലനിൽക്കണമെന്നില്ല. മനുഷ്യര് പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ പലർക്കും ചാഞ്ചല്യം ഉണ്ടാവും, പലരും മറ്റ് പല ആശയങ്ങളിലേക്കും വ്യതിചലിച്ചെന്ന് വരും. സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണമായിട്ട് സത്യത്തെയും നീതിയെയും ബലി കഴിക്കുന്നവരായി മാറി എന്നൊക്കെ വരും. അതുകൊണ്ട് കാര്യങ്ങളുടെ പരിണിതി പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ കൈകളിലാണ്. നമ്മളത് ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തില് മദീനയിൽ ഒരു സമൂഹം നിലവിൽ വന്നു. അവര് ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തു. പക്ഷെ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അത് തകിടം മറിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പരിണിതി നമ്മൾ വിചാരിച്ച പോലെ നമ്മളുടെ നിയന്ത്രണത്തിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിന് കാര്യങ്ങളുടെ ഈ വിധത്തില് പരിണമിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ പല പദ്ധതികളും ഉണ്ടാവും, പല ഇറാദത്തുകളും ഉണ്ടാവും. മനുഷ്യര് പരീക്ഷണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ദൈവിക പരീക്ഷണങ്ങൾക്ക് മനുഷ്യര് വിധേയരാവണമെങ്കിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ ഉണ്ടാവണം. വളരെ ശാന്തവും സമാധാനപരവുമായ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പോ ഇങ്ങനെ ഭൂമുഖത്ത് അവർക്ക് അധികാരം നൽകപ്പെട്ടാലും നമസ്കാരം നടപ്പിലാക്കുന്നവരും ജക്കാത്ത് നിർവഹിക്കുന്നവരും അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ട് അവർ നിലകൊള്ളും എന്ന് പറഞ്ഞാൽ സമഗ്രമായ ധർമ്മ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമം അവര് പ്രയോഗത്തിൽ കൊണ്ടുവരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ
അന്തിമമായ പരിണിതി അള്ളാഹുവിന്റെ കൈകളിലാണ്. അതൊന്നും ഓരോരുത്തരുടെയും ഏതെങ്കിലും വ്യക്തികളുടെയോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെയോ ഒന്നും നിയന്ത്രണത്തിലുള്ളതല്ല. ആഖിബത്തുൽ ഉമൂർ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അള്ളാഹു എന്തിനു വേണ്ടിയാണോ മനുഷ്യ ജീവിതം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, ആ ആവശ്യത്തിന് വേണ്ടി അതില് അള്ളാഹു നിരന്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 40-41 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആളുകള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ, അവരുടെ ഭവനങ്ങളൊക്കെ വിട്ടേച്ചു പോകാൻ നിർബന്ധിതരായ ആളുകളുടെ ചില പരാമർശങ്ങൾ അവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്ര സംഭവങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് പ്രയോജനകരമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ നാളത്തെ സെഷനിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.